വർക്കല നിലനിർത്തുക എന്ന ലക്ഷ്യമാണ് വി ജോയിയിലൂടെ CPM മുന്നോട്ട് വെക്കുന്നത്. വർക്കല കോൺഗ്രസിന്റെ കോട്ടയായിരുന്നു. 2 വട്ടം അവിടെ നിന്ന് വിജയിക്കാൻ സാധിച്ച ജോയിക്ക് തന്നെ ഇക്കുറിയും CPM സീറ്റ് നൽകുകയായിരുന്നു. CPM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി പദവി വെച്ചൊഴിഞ്ഞതിനു ശേഷമാണ് ജോയി ജനവിധി തേടാൻ ഇറങ്ങുന്നത്. 2016 ജോയിയോട് കാലിടേറിയതിന്റെ കണക്ക് തീർക്കാനാണ് 10 വർഷത്തെ കാത്തിരിപ്പും തയ്യാറെടുപ്പുമായി UDF സ്ഥാനാർത്ഥി വർക്കല കഹാർ രംഗത്തെത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കുറി തീ പാറുന്ന പോരാട്ടമാണ് വർക്കലയിൽ നടക്കുന്നത്. പിണറായി വിജയന്റെ വികസന നുണക്കഥകളുമായി മണ്ഡലത്തിലിറങ്ങിയ CPM സ്ഥാനാർത്ഥിയായ വി ജോയിയെ ആട്ടിപ്പായിക്കുകയാണ് ആ മണ്ഡലത്തിലെ വനിതാ വോട്ടർമാർ. വികസന മുരടിപ്പിന്റെ 10 വർഷക്കാലം മറക്കാൻ ആഗ്രഹിക്കുന്ന വോട്ടർമാർ ഇപ്പോൾ മറ്റൊരു മാറ്റത്തിന് തുടക്കം കുറിക്കുന്നുണ്ട്. അതിന്റെ ആദ്യ പടിയാണ് വി ജോയിക്ക് കിട്ടിയ ഈ തിരിച്ചടി. വർക്കല ഇടതുകോട്ടയാണെന്നൊക്കെ MLA ആദ്യം പറഞ്ഞുവെങ്കിലും തെരഞ്ഞെടുപ്പ് അടുക്കും തോറും MLAയുടെ കിളി പറക്കുന്നുണ്ട്. വോട്ട് ചോദിച്ച് എത്തിയതായിരുന്നു വി ജോയി. തൊട്ടു പിന്നാലെ വനിതാ വോട്ടർമാർ ജോയിയെ വളഞ്ഞു. അവരുടെ ചോദ്യത്തിന് മുന്നിൽ മറുപടിയില്ലായിരുന്നു MLAക്ക്. ഒരക്ഷരം പോലും മിണ്ടാതെ വി ജോയി വീട്ടിൽ നിന്ന് ഇറങ്ങി വേഗത്തിൽ നടക്കുമ്പോൾ പിണങ്ങിപ്പോകരുതെന്ന് വീട്ടമ്മമാർ വിളിച്ചു പറയുകയായിരുന്നു. എന്നാൽ തിരിഞ്ഞു പോലും നോക്കാതെയാണ് MLA സ്ഥലം വിട്ടത്. ഇത് തിരുവനന്തപുരത്തിന്റെ പൊതുസ്ഥിതിയാണെന്നാണ് തുറന്നു കാണിക്കുന്നത്. വർക്കലയിൽ മാത്രമല്ല, തിരുവനന്തപുരത്തിന്റെ തീരദേശ മേഖലകളിലെ ജനങ്ങൾ ഇന്നും ശക്തമായ ഭരണവിരുദ്ധ വികാരത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു വി ജോയിക്ക് കിട്ടിയ തിരിച്ചടി. ജോയിയെ ആട്ടിപ്പായിക്കുന്ന വീട്ടമ്മമാരുടെ വീഡിയോ ആദ്യമൊന്ന് കണ്ടിട്ട് വരാം. ജനങ്ങളുടെ പ്രശ്നം കേട്ട് പരിഹരിക്കുന്നതാണ് MLA, അല്ലാതെ പെണങ്ങി പോകുന്നതല്ലേ MLA. കൊടും ചൂടിൽ മണ്ഡലം അതിരിടുന്ന അറബിക്കടലിൽ വെള്ളം തിളയ്ക്കുന്നതിനേക്കാൾ കഠിനമാണ് വർക്കലയിലെ പോരാട്ടച്ചൂട്. 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ എത്തിയതോടെ രാഷ്ട്രീയ ഉഷ്ണമാപിനിയിൽ മണ്ഡലത്തിന്റെ താപനില കുതിച്ചുയരുന്നുണ്ട്. പ്രമുഖരുടെ പടർച്ചയ്ക്കും തളർച്ചയ്ക്കും സാക്ഷ്യം വഹിച്ച മണ്ഡലം തെരഞ്ഞെടുപ്പ് ചൂടിൽ അമരുമ്പോൾ നേർക്കുനേർ പോരാണ് കാണുന്നത്. രാഷ്ട്രീയ കാറ്റ് ഇടതു ചേർന്നും വലതു മാറിയുമെല്ലാം വോട്ടർമാരെ ആശയക്കുഴപ്പത്തിലാക്കുന്നുണ്ട്. ആർക്കും ഈസി വാക്കോവർ അല്ല എന്നാണ് ആദ്യം പുറത്തു വന്ന റിപ്പോർട്ടെങ്കിലും തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ UDF കളം പിടിച്ചിരിക്കുകയാണ്. 2021 വർക്കല കഹാറിന് സീറ്റ് കിട്ടിയിരുന്നില്ല. BRM ഷഫീർ ആയിരുന്നു കോൺഗ്രസിന് വേണ്ടി ജനവിധി തേടിയത്. നാടകീയ മാറ്റങ്ങൾക്കൊടുവിൽ നേരത്തെ നിശ്ചയിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്ത സ്ഥാനാർത്ഥിയെ മാറ്റി CPMൽ നിന്ന് കൂടുമാറിയെത്തിയ സ്മിത സുന്ദരേശനെയാണ് BJP സ്ഥാനാർത്ഥിയാക്കിയത്. ഘടകകക്ഷിയായ BDJSന് നൽകിയിരുന്ന സീറ്റ് 10 വർഷത്തിന് ശേഷം BJP ഏറ്റെടുത്തു എന്നതിനൊപ്പം CPM വർക്കല മുൻ ഏരിയ സെക്രട്ടറി S സുന്ദരേശന്റെ മകളും പാർട്ടി ഏരിയ കമ്മിറ്റി അംഗവും വർക്കല ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ സ്മിത സുന്ദരേശനെ സ്ഥാനാർത്ഥിയാക്കി എന്നതിലാണ് രാഷ്ട്രീയ ട്വിസ്റ്റ് ഇരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വി ജോയി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എത്തുമ്പോൾ S സുന്ദരേശനും സ്മിത സുന്ദരേശനും ഒപ്പമുണ്ടായിരുന്നെങ്കിൽ പിറ്റേ ദിവസമാണ് സംഘം BJPയിലെത്തിയത്. മടവൂർ, പള്ളിക്കൽ, നാവായിക്കുളം, ചെമ്മരുത്തി, വെട്ടൂർ, ഇലകമൺ, ഇടവ എന്നിങ്ങനെ 7 പഞ്ചായത്തുകളും വർക്കല മുനിസിപ്പാലിറ്റിയും അടങ്ങുന്നതാണ് മണ്ഡലത്തിന്റെ തദ്ദേശ ചിത്രം. പഞ്ചായത്തുകളിൽ ഇളമണ്ണും ഇടവയും ഒഴികെ മറ്റിടങ്ങളിലെല്ലാം UDF ഭരണസമിതിയാണ് നിലവിലുള്ളത്. 34 ഡിവിഷനുകൾ ഉള്ള മുനിസിപ്പാലിറ്റിയിൽ ആർക്കും കേവല ഭൂരിപക്ഷം ഇല്ലാത്തതിനാൽ 2 സ്വതന്ത്രരുടെ പിന്തുണയിൽ ഇടതുമുന്നണിയാണ് ഭരണം കൈയാളുന്നത്. പ്രാദേശികവും രാഷ്ട്രീയവുമായ വിഷയങ്ങൾ പ്രചാരണത്തിൽ ഓളം തീർക്കുന്നതിനോടൊപ്പം അവകാശവാദങ്ങളും ആരോപണങ്ങളും പ്രതിവാദങ്ങളും വാഗ്ദാനങ്ങളും എല്ലാം മുറ പോലെ നിറയുക കൂടിയാണ് മണ്ഡലത്തിൽ. വികസന കാര്യത്തിലെ മാർക്കിടലും സംസ്ഥാനം ഭരണത്തിന്റെ വിലയിരുത്തലുമൊപ്പം നിർണായകമാവുക ന്യൂനപക്ഷ ഈഴവ വോട്ട് ബാങ്കിലെ പങ്കുവെക്കലുമടക്കം വർക്കലയുടെ ഉള്ളറിയാൻ ആകാംക്ഷയിൽ കാത്തിരിക്കുന്ന രാഷ്ട്രീയ ക്യാമ്പുകളുടെ നെഞ്ചെടുപ്പേറ്റുന്ന ഘടകങ്ങൾ നിരവധിയുണ്ട്. എന്തായാലും വർക്കലയിൽ ഒരടി പിന്നിലാണ് ഇടതുപക്ഷമെന്ന് മാത്രം പറയാൻ നമുക്ക് സാധിക്കും.